മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിലും 51-ാം തിരുവചനത്തിലും മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനെ കുറിച്ച് നാം കാണുന്നു. ദൈവപുത്രന്റെ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച മറിയമാണ് ഇന്നത്തെ നമ്മുടെ മാതൃക. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയം തൻ്റെ ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിലും പുൽക്കൂടൊരുക്കിയവളാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ വേരുറപ്പിച്ചാൽ ഹൃദയം പുൽക്കൂടായി എന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനത്തോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ണിയേശുവിന് വസിക്കാൻ അനുയോജ്യമായ പുൽക്കൂടായി നാം സ്വയം മാറുകയാണ്. വ്യാകുലയായ അമ്മ കുരിശിന് താഴെ മകനോടൊപ്പം അവസാനം വരെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൾ അവിടെ നിന്നു. എല്ലാ സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും മറിയം അങ്ങനെയാണ്. കാലിത്തൊഴുത്തിലെ പരിമിതികളിലും കുരിശിന് താഴെ ആ വലിയ വ്യാകുലത്തിലും അവൾ ഒരുപോലെ നിന്നു. കാൽവരി കുരിശിനോട് കൂട്ടുകൂടി അനുദിന കുരിശുകൾക്കും കഷ്ടപ്പാടുകൾക്കും അപ്പുറം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഈ ജപമാല മാസം കൃപ നൽകട്ടെ.